15K റേഞ്ചിന് താഴെ വരുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, റെഡ്മിയുടെ 12 5G എന്ന് പറയുന്ന ഫോണാണ്. സോ അധികം വലിച്ചു കിട്ടാണ്ട് നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ എല്ലാവരും ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് റെഡ്മിയാണ്. വേറെ ഒന്നുമില്ല, അത് അവർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യാസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ മോസ്റ്റ് ട്രസ്റ്റഡ് സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. പിന്നെ ISO 9001 ആൻഡ് 14001 സർട്ടിഫൈഡ് സർവീസ് സെൻറ്റർ കവറേജ് പ്ലാൻ ഇൻ ഇന്ത്യയും കൂടിയാണ്. സോ ബോക്സിൽ മെയിനായിട്ട് ഇതിൻ്റെ 4 ഫീച്ചേഴ്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സ്നാപ്ഡ്രാഗൺ 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ ലാർജ് ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ 17.2 cm വരുന്നത്. പിന്നെ 50 MP AI ഡ്യുവൽ ക്യാം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈനാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 2000K അടുത്ത് വരും. അതിൽ തന്നെ അവർ നമുക്ക് 5000 mAh ബാറ്ററി, 90 Hz ഒരു ഡിസ്പ്ലേയും, പിന്നെ 8GB റാമും 256GB ഇന്റേണലും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്റേണൽ 1TB വരെയും അപ്ഗ്രേഡബിൾ ആണ്. ഇനി നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഡാപ്റ്റർ, കേബിൾ, പൗച്ച്, പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും മാനുവൽ ബുക്കുമാണ്. അഡാപ്റ്ററെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 22.5 watt ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ്. നമുക്കിനി ഫോണും ജസ്റ്റ് അൺകവർ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ ഇതിൻ്റെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അവർ ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമും പിന്നെ ഒരു ഫ്ലാഷുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. പിന്നെ സിം ഇജക്ടർ സ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊരു 3.5mm ജാക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇവർ ഇതിൽ തന്ന പൗച്ചൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. സോ ഇതാണ് അവർ നമുക്ക് തന്ന പൗച്ച്. അത്യാവശ്യം നല്ല പൗച്ച് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, പൗച്ച് ഇടാതെയാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും. നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ടൈം ഫോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു 5 minutes എടുത്തു. പക്ഷെ നമ്മൾ ഗൂഗിൾ ഇതിൽ സൈൻ ഇൻ ചെയ്തില്ല. അതുപോലെ തന്നെ പഴയ ഫോണിലെ ഡാറ്റ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു, ബട്ട് നമ്മൾ അതും ക്യാൻസൽ ചെയ്തു. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ മോർ ദാൻ 5 minutes എന്തായാലും എടുത്തേനെ. ഈ ഒരു ഫോൺ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് 50,000 അല്ലെങ്കിൽ 50,000 അണ്ടറിൽ വന്നൊരു ഫോണാണ് പറയത്തില്ല. വേറെ ഒന്നുമല്ല, ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ IP53 റേറ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഇത് സ്പ്ലാഷ് പ്രൂഫും അതുപോലെ തന്നെ ഡസ്റ്റ് പ്രൂഫും ആയിരിക്കും. സോ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഹാൻഡ് പ്രോസസ്സൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിലിം കാണാനും അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിനൊക്കെ ഭയങ്കര സൂപ്പറായിരിക്കും. സോ ഇതിൻ്റെ ക്യാമിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം ലോ ലൈറ്റ് അടിപൊളിയാണ്, ബട്ട് ഇതിൻ്റെ ബാക്ക് ക്യാം ലോ ലൈറ്റ് ഭയങ്കര ശോകമാണ്. ബട്ട് ഡേ ലൈറ്റിൽ ഓക്കെയാണ്. നമ്മൾ എന്തായാലും കാണിച്ചു തരാം എൻ്റെ പിക്ചർ. സോ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസാണ് തരുന്നത്. അത്യാവശ്യം നല്ല സ്കോറുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണത്. സൗണ്ട് ക്വാളിറ്റിനെ പറ്റി ഞാൻ അത്ര പറയണമെന്നില്ല. നമ്മൾ എന്തായാലും ഒരു മ്യൂസിക് കേൾപ്പിക്കുക, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തു പോകുന്നത്. ബ്ലോഡ്വെയർസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും ഒരുപാടുള്ള ഒരു മൊബൈൽ ഫോണാണ് റെഡ്മി. സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പെല്ലാം നിങ്ങൾക്ക് ഓണായി കഴിഞ്ഞിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് ഷോർട്ടായി പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ഗുഡ് ലുക്കിംഗ് ഫോണാണ്. പിന്നെ ഇതിൻ്റെ ഡേ ലൈറ്റിലുള്ള ക്യാമറ അത് സൂപ്പറാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസും ബാറ്ററി ഹെൽത്തുമാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഡിസഡ്വാൻറ്റേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരിയും കൂടി ലോ ലൈറ്റിൽ ക്യാമറയുടെ ഫീച്ചേഴ്സ് കൂട്ടാമായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത ബ്ലോഡ് വയേഴ്സ് ഒന്നും വേണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പെർഫോമൻസ് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. സോ ഡിസഡ്വാൻറ്റേജിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് വേറെ ഒന്നുമല്ല, ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവണം, അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ ലെറ്റ്സ് ലോജിക് ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.